മാറ്റത്തിന്റെ ആണിടങ്ങൾ. സാമൂഹ്യമാറ്റത്തിന്റെ പാതയിൽ പുരുഷന്മാർ. യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ICRWവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോ മാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര. നിർവഹണം സിന്ധു ജസ്റ്റിൻ, പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റെനീഷ് ആരിപ്പള്ളി. നമസ്കാരം. ഒരു സ്ത്രീ ഗർഭിണിയായാൽ പിന്നെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പാണ്. ആരോഗ്യമുള്ള കുഞ്ഞിനൊപ്പം ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നതും പലരുടെയും കാത്തിരിപ്പും ആകാംക്ഷയുമാണ്. ഏത് ലിംഗത്തിൽപ്പെട്ട കുഞ്ഞെങ്കിലും ഒരുപോലെ എന്നതാണ് സത്യമെങ്കിൽ പോലും ചിലർക്കെങ്കിലും ആൺകുഞ്ഞ് പെൺകുഞ്ഞ് എന്നീ താൽപ്പര്യങ്ങൾ ഇല്ലാതിരിക്കില്ല. നമ്മുടെ സമൂഹം കുട്ടിയെ ജനിച്ച ഉടൻ തന്നെ 2 വ്യത്യസ്ത വിഭാഗങ്ങളിലാക്കുന്നു: ആൺകുട്ടി, പെൺകുട്ടി. ആ കുഞ്ഞ് ഉണ്ടായ ആദ്യ നിമിഷം മുതൽ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, എന്തിന് സ്വഭാവത്തെ പോലും ലിംഗാനുസൃതമായി നമ്മൾ തീരുമാനിച്ചു തുടങ്ങും. പെൺകുട്ടിക്ക് പിങ്ക് നിറം, പൂക്കൾ, അമ്മയും കുഞ്ഞും, അടുക്കള എന്നിവയുമായി ബന്ധപ്പെട്ട കളികൾ, നാണം. ആൺകുട്ടികളാണെങ്കിൽ നീല നിറം, വാഹനങ്ങൾ, ശക്തി. ഇതെല്ലാം കുട്ടിയുടെ വ്യക്തിത്വം വളരുന്നതിന് മുൻപ് തന്നെ നമ്മൾ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വളർച്ചയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് വീട്ടകങ്ങളാണ്. ആൺകുട്ടിയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ നടക്കുന്ന ബഹളങ്ങൾ എന്തൊക്കെയാണെന്നോ നമുക്കൊന്ന് കേട്ടാലോ. നിതിനെ, ഈ കളിപ്പാട്ടാരാ ഇവന് കൊടുത്തത്? അയ്യയ്യേ, ഞാൻ വാങ്ങിയതാച്ചാ. അവനൊത്തിരി ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. നല്ല പാവയല്ലേ? പെൺകുട്ടികളല്ലേ ഇതൊക്കെ കൊണ്ട് കളിക്കുന്നത്. നീ അല്ലാതെ ഇത് കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുവോ? എന്റെ പൊന്നുമോനെ, മുത്തശ്ശൻ വണ്ടി വാങ്ങി തരൂ കേട്ടോ. അതങ്ങ് കളഞ്ഞേക്ക്. എന്താണ് അതിലിത്ര തെറ്റ് ചേട്ടാ? കുഞ്ഞല്ലേ, പാവ കൊണ്ട് കളിച്ചാൽ എന്താ? അവൻ ഇഷ്ടമുള്ളത് കൊണ്ട് കളിക്കട്ടെ. ആൺകുട്ടികളുടെ കയ്യില് പാവ, പെൺകുട്ടികളുടെ കയ്യില് തോക്കും വണ്ടിയും ഒക്കെ. കരികാലം എന്നല്ലാണ്ട് എന്താ പറയാ? എന്റെ ഉഷേ, തൻ്റെ ഉള്ള ഒരാണായിട്ട് വളരേണ്ടവനല്ലേ അവൻ. ആണായാലും പെണ്ണായാലും അമ്മേ, അവൻ കുഞ്ഞാണ്. പരിമിതികളൊന്നുമില്ലാതെ വളരാൻ അവൻ അവകാശമുണ്ട്. കളിപ്പാട്ടത്തിലൊക്കെ എന്ത് വ്യത്യാസമുള്ളത്? എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. നിന്റെ മോനാന്നുള്ളതൊക്കെ കാര്യം തന്നെ, നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ നിതിനെ, നിന്നെ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വളർത്തിയത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നിട്ട്? പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെച്ചാ. നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കേണ്ട സമയമൊക്കെ ആയി. എൻ്റെ മകൻ എന്തായാലും പാവകൾ കൊണ്ടോ വണ്ടികൾ കൊണ്ടോ എന്തുകൊണ്ട് വേണേലും അവൻ ഇഷ്ടമുള്ളതുകൊണ്ട് കളിക്കട്ടെ. എന്തു പറഞ്ഞാലും എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവനിനി ഈ കുഞ്ഞിനെ ഡാൻസിനും പാട്ടിനൊക്കെ ചേർക്കും. എനിക്കെന്താ, എല്ലാരും പറയട്ടെ പെണ്ണിനെ പോലെ പെരുമാറ്റമെന്ന്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ്. പെണ്ണിനെ പോലെ എന്ന് പറയുന്നത് ഒരു തെറ്റാണോ? സ്ത്രീകളെ ചേട്ടനെ പോലുള്ളവരൊക്കെ വിശേഷിപ്പിക്കുന്ന വിധം തന്നെ തെറ്റാണ്. എന്റെ ഉഷേ, നീയും നിന്റെ മകന്റെ വാക്ക് കേട്ട് വിടുവായിത്തം പറയല്ലേ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പെൺകുട്ടികൾക്ക് പാവാടയും ധാവണിയും ഒക്കെ. ആൺകുട്ടികളല്ലേ ഈ ഷർട്ടും പാൻസും ഒക്കെ ഇടാറ്. ഇപ്പോഴോ എല്ലാ വിധിയാണ്. ലോകാവസാനമായെന്ന് തോന്നുന്നു. പക്ഷെ അമ്മ, കാലം മാറിയില്ലേ? എല്ലാവർക്കും തുല്യ അവസരമാണ്. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയണം. ആൺകുട്ടികൾക്ക് ഡാൻസും പാട്ടും മാത്രമല്ല, പാചകം പഠിക്കണമെങ്കിൽ അതും പഠിക്കണം. ഇത് പെൺകുട്ടികളുടെ മാത്രം വിഷയമൊന്നും അല്ല. അച്ഛൻ വായിച്ചില്ലേ പത്രത്തില്? പാഠപുസ്തകങ്ങളിൽ വരെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പണ്ടൊക്കെ കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അമ്മയുടെ ചിത്രം എപ്പോഴും അടുക്കളയിലായിരിക്കും. അച്ഛൻ കാല് നീട്ടി കസേരയിലിരിക്കുകയോ പുറത്തെന്തേലും പണി ചെയ്യുകയായിരിക്കും. അതിനെന്താ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എന്നാൽ അങ്ങനെയല്ല അമ്മേ. ഇപ്പോഴത്തെ കുട്ടികളെ പാഠപുസ്തകത്തിൽ കാണുന്നത് അച്ഛനും അമ്മയും ഒന്നിച്ച് പാചകം ചെയ്യുന്ന ചിത്രമാണ്. ചിന്തിക്കുമ്പോ ഉഷയും ഇതിനും പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നും. ചില കാര്യങ്ങളിൽ തോന്നലല്ല, അതാണ് ശരി ചേട്ടാ. ഇങ്ങനെയൊക്കെയാണ് പുതിയ തലമുറയുടെ വീക്ഷണം. കേട്ടോ മുത്തശ്ശി, കുട്ടികളെ കുട്ടികളായി കാണണം. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ അല്ല.
വസ്ത്രത്തിൽ പോലും വിഭജനമുണ്ട്. ഒരു പെൺകുട്ടി ആൺകുട്ടി ധരിക്കുന്നതിന് സമാനമായ വസ്ത്രങ്ങൾ ധരിച്ചു കണ്ടാൽ പലരും ചോദിക്കും, പെൺകുട്ടിയല്ലേ, ആൺകുട്ടിയെപ്പോലെ തന്നെയാണല്ലോ വളർത്തുന്നത്. അതുപോലെ ആൺകുട്ടിക്ക് ഒരു പാവയെയോ കളിപ്പാട്ടത്തെയോ കൊടുത്താൽ ചിലരെങ്കിലും ചോദിക്കും, ഇതൊക്കെ പെൺകുട്ടികളുടെയല്ലേ? പക്ഷേ വസ്ത്രം, കളിപ്പാട്ടം, കളികൾ, ഇഷ്ടങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിന്റെ ഇഷ്ടമല്ലേ? അവയെ ആൺകുട്ടിക്കെന്നും പെൺകുട്ടിക്കെന്നും തരംതിരിക്കേണ്ടതുണ്ടോ? പാലയാണ നെഹ്റു മെമ്മോറിയൽ വായനശാലയിൽ വെച്ച് വളർച്ചയിലെ വേർതിരിവുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ചർച്ചയിൽ പങ്കെടുത്തവരുടെ അഭിപ്രായങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് വിനോദ്. നമ്മൾ ഉപജീവനായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. വീടുകളിൽ ജനിച്ച് വീണ ഒരു ഇതായി കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണ്, നീ പെൺകുട്ടിയല്ലേ, ആ ഒരു കാഴ്ചപ്പാട് കാലം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, ഇല്ല എന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞാലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടിയൊക്കെ ഒരു വേറെ, ആൺകുട്ടിയൊക്കെ വേറെ ഉള്ളൊരു ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയും അച്ഛനും കേൾക്കേണ്ട ഒരു വിഷയമാണിത്. ആ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കതിരിന് വളം വെക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇനി ഒരു സമൂഹത്തിനെ തിരുത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള തലമുറയാണിത് എന്താവേണ്ടത്. ഇത് ഇനി കല്യാണം കഴിക്കാനുള്ളവരും അതേപോലെ കഴിച്ചു നിൽക്കുന്ന ഇപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഇടയിലേക്കാണ് ഇത്തരം ക്ലാസ്സുകളും കാര്യങ്ങളും പോകേണ്ടത്. അവർ അവരെ കുട്ടികളെ വളർത്തുന്ന ആ ഒരു രീതി മാറി വന്നാൽ തന്നെ പിന്നെ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അവരെ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ക്ലാസ്സും കാര്യങ്ങളായിട്ട് തന്നെ അവർ പുറത്തേക്കിറങ്ങുമ്പോൾ പിന്നെ അത് ആ രീതിയിലേക്ക് വരും കാര്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. സംസാരിക്കുമ്പോൾ തന്നെ വളരെ പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. സ്ത്രീപക്ഷവാദികളും അല്ലാത്തവരുമായി ആളുകളെ വേർതിരിക്കുന്ന ഒരു കാലമാണ്. വളരെ സാമൂഹ്യമായ മാറ്റം കുറിക്കേണ്ട ഒരു മേഖല കൂടിയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് കുടുംബാന്തരീക്ഷത്തിൽ തന്നെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ സമൂഹത്തെ നോക്കി കാണുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അടിത്തട്ടിലുള്ളവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സാമൂഹ്യമായി പിന്തിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ പുറകോട്ട് പോയിട്ടുള്ള സ്ത്രീകളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നിയമങ്ങളും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായപ്പോൾ അത് ഏത് രൂപത്തിലാണ് സമൂഹത്തിൽ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ പരിശോധന നടക്കുന്നുണ്ടോ എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീകളുടെ പ്രവർത്തന മണ്ഡലത്തെക്കുറിച്ച് ഒക്കെ അവബോധമുണ്ട് എന്ന് ധരിക്കുന്ന ഒരു സ്ത്രീ സമൂഹമാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നാണ് അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ സംഭവങ്ങൾ പോലും സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ആകെയുള്ള നിയമങ്ങളാണ്, അല്ലാണ്ട് കേരളത്തിന് പ്രത്യേക നിയമങ്ങളില്ലല്ലോ. കേരളത്തിൽ ഇതിലൊക്കെ കുറേ മാറ്റങ്ങൾ വരേണ്ട കാലം വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, സതി എന്നൊരു ആചാരം ഉണ്ടായിരുന്നു നാട്ടിൽ. സതി എന്ന ആചാരം നാട്ടിൽ നിർത്തലാക്കുമ്പോൾ അതിനെതിരെ ആദ്യം സമരം ചെയ്തവർ, പെണ്ണുങ്ങളെ ഒരു പുരുഷൻ്റെ ചിതയിൽ എടുത്തിട്ട് കൊല്ലുന്ന ഒരാചാരമാണ്. ആ ആചാരത്തിനെതിരെ ആദ്യം സമരം ചെയ്തവർ സ്ത്രീകളാണ്. മാറുമറിക്കാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത് ആ സമരത്തിൽ മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് വിനിയോഗിക്കാൻ പേടിച്ച പെൺസമൂഹമുള്ള നാടാണ്. പുരുഷന്മാരാണെങ്കിൽ പുരുഷാധികാരം എല്ലാ സ്ഥലത്തും പ്രയോഗിക്കുന്നുണ്ട്. അത് പ്രകൃതിയുടെ ഒരു നിയമം എന്ന രൂപത്തിലാണ് പലരും അതിനെ കാണുന്നത്. അങ്ങനെ സംസാരിക്കുന്നവരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ജീവശാസ്ത്രത്തിൻ്റെ ഏത് വിഭാഗത്തിലാണ് പെൺ വിഭാഗത്തെ ആകെ അടക്കി വാഴുന്നത്? അങ്ങനെയില്ല. അത് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ. കുടുംബങ്ങളിലെത്തുമ്പോൾ മുമ്പാണെങ്കിൽ അടക്കി വാണിരുന്നതിൽ നിന്ന് ഇന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. മാറ്റങ്ങൾ വരേണ്ടത് സ്ത്രീക്ക് ഈ ബോധ്യം ഉണ്ടാകുന്നതിനോടുകൂടി മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധമില്ല. ഞാൻ എടുക്കേണ്ട പണിയാണ്, ഞാൻ പേറേണ്ടതാണ് ഇത് എന്ന ഒരു ഉറച്ച മനസ്ഥിതി അവരുടെ മനസ്സിലിങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. എത്ര പുരുഷൻ അതിന് തയ്യാറായാലും അതിന്
സ്ത്രീ തന്നെ അനുവദിക്കാത്ത ഒരവസ്ഥ. എന്നാൽ ഈ പ്രസംഗങ്ങളൊക്കെ നടത്തി നാട്ടിലൂടെ നടക്കുന്ന പുരുഷന്മാർ, സ്ത്രീ സമത്വത്തിന് ആകെ വേണ്ടി പ്രസംഗങ്ങളൊക്കെ നടത്തി നാട്ടിലൂടെ നടക്കുന്ന പുരുഷന്മാർ വീട്ടിലെത്തുമ്പോൾ ഇത് ആ രൂപത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നതും ഒരു വലിയ ചിത്രമായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അടിത്തറ തുടങ്ങേണ്ടത് പഠന പ്രക്രിയയിൽ സ്കൂളുകളിൽ മുതൽ തുടങ്ങേണ്ട ഒരു അടിസ്ഥാന വിഷയമായി ഇത് മാറേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ട്, പലതും അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലും അത് ഗൗരവതരമായി വീട്ടിൽ പ്രയോഗിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എനിക്ക് തോന്നുന്നു ഈ PTA ഭാരവാഹികളുടെയൊക്കെ ക്ലാസ് വരുമ്പോൾ ഈ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അമ്മയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേർതിരിച്ച് നിർത്തുന്ന കാര്യങ്ങൾ, സ്കൂൾ PTA പോലുള്ള ഇടങ്ങളിൽ ഇതിന് പ്രത്യേക ക്ലാസുകൾ രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവർക്കും അധ്യാപകരടക്കം ഇരിക്കുന്ന ആ സമൂഹത്തിൽ നമുക്ക് ക്ലാസുകൾ കൊടുത്ത് അവരുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്ത ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ മനസ്സിൽ അടിഞ്ഞുകൂടിയ ജീൻസ് ഇടുമ്പോൾ മുമ്പ് ഉണ്ടാവാത്ത ഒരു സുഖം ഇപ്പം നമുക്ക് തോന്നുന്നുണ്ട്. മുമ്പ് ജീൻസ് ഇട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരുഷ വേഷം, ഷർട്ട് അടിഞ്ഞെടുക്കുന്ന പെൺകുട്ടി പോകുമ്പോൾ അത് നമുക്ക് സഹിക്കില്ലായിരുന്നു. അത് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറി മാറി ഘട്ടം ഘട്ടമായി വരണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ എല്ലാവരും കൂടുന്ന ഇടങ്ങളിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു അഭിപ്രായം, നമുക്കിപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ UP ഒരു LP UP ഹൈസ്കൂളൊക്കെ എടുത്താലും ഇപ്പോൾ പല മത്സരങ്ങളും നടക്കുന്നു, എല്ലാ മത്സരങ്ങളും നടക്കുന്നു, എല്ലാം വേറെ വേറെയാണ്. പെൺകുട്ടികൾക്ക് വേറെ മത്സരം, ഇതെല്ലാം എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുന്നതാണ്. നൃത്തം ഒറ്റ ഐറ്റേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. നമ്മളങ്ങനെ ഒരു പൊതുസമൂഹത്തെ ഒരു സാമൂഹികമായ ഒരു മാറ്റത്തിലേക്ക് എത്തിക്കുമ്പോൾ പെൺകുട്ടികൾക്കായ ഒരു നൃത്തവും ആൺകുട്ടികൾക്കായ ഒരു നൃത്തവും വേണ്ടതില്ല. ബയോളജിക്കൽ അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായ ഒരു മാറ്റമല്ലാതെ സ്ത്രീ ശരീരത്തിനും പുരുഷ ശരീരത്തിനും ഉണ്ട് എന്നതല്ലാതെ അതിലപ്പുറത്തേക്ക് കാര്യങ്ങളില്ല എന്ന ബോധ്യം ഉണ്ടാക്കേണ്ട സ്കൂളിൽ പോലും ഇങ്ങനെയാണ് നടക്കുന്നത്, വിദ്യാലയങ്ങളിൽ പോലും ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതിന് ഒരു കാലോചിതമായ മാറ്റം ഉണ്ടാവുന്നത് നമ്മളെപ്പോലുള്ള വായനശാലക്കാർക്ക് അല്ലെങ്കിൽ ആളുകൾ കൂടുന്നിടത്ത് ഈ കാര്യങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കേണ്ടതും പറയേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ എത്ര ബോധവാന്മാരാണ് എന്നത് വേറെ ചിന്തയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു ശീലമുണ്ട്, നമ്മളിങ്ങനെ മുന്നേ അനുവർത്തിച്ച് വന്നൊരു ശീലമുണ്ട്. നമ്മുടെ വീട്ടിലെത്തുമ്പോൾ, ഞാൻ വീട്ടിൽ കയറി കഴിയുമ്പോൾ വാതിൽ കുറ്റിയെടുക്കാൻ ഭാര്യ ഇല്ലെങ്കിൽ അപ്പോൾ എനിക്ക് ദേഷ്യം. ഞാൻ അകത്തെത്തി കഴിയുമ്പോൾ, ഞാൻ കസേരയിലിരിക്കുമ്പോൾ എനിക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ എന്താ കാപ്പി ഇല്ലേ, ഒരു അമർത്ത ചോദ്യവും ദേഷ്യവും ഉണ്ടാവും. അത് ഞാനിങ്ങനെ ശീലിച്ചു വന്നതാണ്, കാലാകാലമായി ശീലിച്ചു വന്നതാണ്. അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നല്ലോണം പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ തോർത്തും സോപ്പുമായി എത്തുന്ന എത്രയോ ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഓടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഷർട്ട് തേച്ചതില്ലെങ്കിൽ വഴക്ക് പറയുന്ന, ദേഷ്യപ്പെടുന്ന പുരുഷന്മാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലരും അങ്ങനെയുമാണ്. അതൊക്കെ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മളെന്താണ്, നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ കാലോചിതമായ അല്ലെങ്കിൽ സാമൂഹ്യമായ മാറ്റം ഉൾക്കൊള്ളാൻ ഈ പൊതുവിലിറങ്ങുന്ന നമ്മളെപ്പോലുള്ളവർ എല്ലാ പണിയും ചെയ്ത് രണ്ടുപേരും രാവിലെ ഇറങ്ങുന്നവരാണ്, എല്ലാ പണിയും സംതൃപ്തമായി ചെയ്യുന്നു. എൻ്റെ ഭാര്യ ഇപ്പോൾ രാവിലെ ഇറങ്ങുന്നതാണ്, കാപ്പി ഞാൻ എടുത്തു കുടിക്കല്ലാണ്ട് ഇപ്പോൾ എനിക്കും മാർഗ്ഗമില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ ആയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാര്യ കൊണ്ടു തരുന്നവരെ ഭാര്യ കാത്തു നിന്നാൽ ചിലപ്പോൾ വൈകുന്നേരം ഒന്നും കാപ്പി കിട്ടുന്ന തന്നെ ഉണ്ടാവില്ല, ഒരു 7-8 മണിക്കൊക്കെയാണ് വരുന്നത്. അങ്ങനെ ആ രൂപത്തിലേക്കുള്ള മാറ്റം, അങ്ങനെ എന്താ പറയുക, അത് നിർബന്ധിതമായി ഉണ്ടായൊരു മാറ്റമായിരിക്കും. അല്ലാണ്ട് ഞാനത് മനഃപൂർവ്വം ഞാൻ മാറണമെന്ന് വിചാരിച്ചുണ്ടായ മാറ്റമല്ല. അങ്ങനെ മനഃപൂർവ്വമായി നമ്മൾ മാറണമെന്ന് നമ്മൾ വിചാരിക്കാത്തടത്തോളം കാലം ഇതിങ്ങനെ തുടരുകയുള്ളൂ. അങ്ങനെ മാറുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വേർതിരിവുകൾ സൃഷ്ടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനന്തവാടി സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ സിസ്റ്റർ ഡോക്ടർ ജെസിൻ CMC സംസാരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഒരു സമൂഹത്തിന്റെ ഏറ്റവും സുപ്രധാന ഘടകമായ കുടുംബത്തിലേക്കാണ് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. കുടുംബത്തിലാണ് ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചയുടെ സുപ്രധാന കാലഘട്ടം കടന്നു പോകുന്നത്. ഒരു കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവുമായ വളർച്ചയിൽ ഏറ്റവും സഹായിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ഈ കാലഘട്ടത്തിലും സ്വന്തം കുഞ്ഞുങ്ങളെ വളരെ വിവേചനത്തോടെ കാണുന്ന മാതാപിതാക്കളുണ്ട് എന്നത് ഒരു ദുഃഖസത്യമാണ്.
പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും സംരക്ഷിക്കപ്പെടാനും വളരാനും ഉള്ള അവകാശമുണ്ട്. കളിക്കാനും ഉല്ലസിക്കാനുമുള്ള അവകാശമുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഒരു ആൺകുട്ടി കരയുന്നത് കാണുമ്പോൾ നീ ഒരു ആൺകുട്ടിയല്ലേ, ഇങ്ങനെ പെണ്ണുങ്ങളെപ്പോലെ കരഞ്ഞാൽ എങ്ങനെയാ എന്ന് നമ്മൾ ചിലരെങ്കിലും തിരുത്താറുണ്ട്. ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് ഇതൊരു തടസ്സമാകും. ഇമോഷൻസ് അവൻ പിന്നീട് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ ഒതുക്കാൻ ഇടയാക്കും. സാമൂഹികമായ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, മതപരമായ സാഹചര്യങ്ങളും മനോഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കുഞ്ഞിനെ സമഗ്രമായ ഒരു വളർച്ചയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. വലുതാകുമ്പോൾ കുട്ടി ഒരു ജെൻഡർ ക്രൈസിസിലേക്ക് പോകാത്ത വിധത്തിൽ ചെറുപ്പം മുതലേ കുട്ടികളെ വളർത്തണം. വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും മറ്റും തിരഞ്ഞെടുക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് അവകാശമുണ്ട്. ആൺകുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചേരുന്നതും പെൺകുട്ടികൾക്ക് അവരുടെ സ്ത്രീത്വത്തിലേക്ക് അവരെ നയിക്കുന്നതും ആയ കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സുകൾ മുതലായവ തിരഞ്ഞെടുത്ത് കൊടുക്കുവാൻ മാതാപിതാക്കൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കളുടെ നല്ല സംസാര രീതികൾ കുട്ടികൾ തീർച്ചയായും അനുകരിക്കും. നല്ല സംസാര രീതികൾ വളർത്തണം. കുടുംബത്തിൽ അധികാരഭാവത്തോടെയുള്ള സംസാരവും ക്രിട്ടിസൈസ് ചെയ്യുന്ന വിധത്തിലുള്ള സംസാരവും ഒഴിവാക്കിയില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല മോറൽ വാല്യൂസ് ഉള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക. അതായത് സത്യസന്ധത, കരുണ, സഹോദര സ്നേഹം, ക്ഷമ, ഉത്തരവാദിത്വ ബോധം, ബഹുമാനം തുടങ്ങിയ പോസിറ്റീവായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളും പാട്ടുകളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഭൂതകഥകൾ, അതായത് അത് പിടിച്ചുകൊണ്ട് പോകും, ഇത് പിടിച്ചുകൊണ്ട് പോകും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തമാശയ്ക്കാണെങ്കിലും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അപ്പനും അമ്മയും തുല്യ പങ്കാളിത്തമാണ് വഹിക്കേണ്ടത്. അമ്മ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ അമ്മയുടെ പണികളിൽ സഹായിച്ചുകൊണ്ട് അപ്പന് അമ്മയെ സഹായിക്കാൻ കഴിയും. കുഞ്ഞിനെ എടുക്കാനും താലോലിക്കാനും മാത്രമല്ല, കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റാനും അടുക്കളയിൽ സഹായിക്കാനുമെല്ലാം എല്ലാ അച്ഛന്മാർക്കും സാധിക്കും. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീയും പുരുഷനുമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് വേറിട്ട് നിൽക്കാനല്ല, ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മ പോലെ ഒരു കുടുംബത്തിൽ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഐക്യത്തിലും സ്നേഹത്തിലും സ്വയം ദാനം ചെയ്യുന്ന സ്നേഹം പ്രാക്ടീസ് ചെയ്ത് വളരെ അടുത്ത ബന്ധത്തിൽ നിലനിൽക്കുവാനാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നത്. സമാധാനപരമായ ഒരു സാമൂഹിക ജീവിതത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കുമെല്ലാം ജെൻഡർ ഈക്വാലിറ്റി നമ്മെ സഹായിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും യുഗത്തിൽ സ്ത്രീക്ക് ഒരു വലിയ പ്രാധാന്യം നൽകിയിരുന്നു. മധ്യയുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് കുറവ് സംഭവിച്ചു. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നു. വളർച്ചയിലെ വേർതിരിവുകൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് മാനന്തവാടി സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ സിസ്റ്റർ ഡോക്ടർ ജെസിൻ CMC ആയിരുന്നു. ലിംഗവ്യത്യാസം എന്നത് ഒരു ചരിത്രം മാത്രമായി മാറേണ്ട സമയം കഴിഞ്ഞു. കുട്ടികൾക്ക് സ്വതന്ത്രമായ ഇടങ്ങൾ നൽകാൻ നമ്മൾ തയ്യാറാകണം. അവരുടെ ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, കഴിവുകൾ എല്ലാം അംഗീകരിക്കാനും നമുക്ക് മനസ്സുണ്ടാകണം. ഒരു പെൺകുട്ടി നഴ്സിംഗ്, ടീച്ചിംഗ്, വീട്ടുജോലികൾ തുടങ്ങിയ കോഴ്സുകളൊക്കെ പറയുമ്പോൾ ഒരാൺകുട്ടിയെ എപ്പോഴും എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഡിഫൻസ് മേഖലയിലെ ജോലികൾ, ഈ മേഖലകളിലൊക്കെ വിജയിച്ചു കാണാനാണ് രക്ഷിതാക്കൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, കഴിവും താല്പര്യവുമാണ് പ്രധാനം. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നത് നോക്കിയല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്, നീ പെൺകുട്ടിയാണെങ്കിൽ ദയയും അച്ചടക്കവും ഉള്ള കാര്യങ്ങൾ പഠിക്കണമെന്നും ആൺകുട്ടിയാണെങ്കിൽ അധികാരവും കഠിനതയും ശക്തിയുമാണ് വേണ്ടതെന്നുമാണ്. പക്ഷേ ഓരോ കുട്ടിയും സ്വതന്ത്രരായി വളരേണ്ടത് അത്യാവശ്യമാണ്. പുതിയ തലമുറയ്ക്ക് പുതിയ ചിന്തകളാണ് വേണ്ടത്. കുട്ടികളെ നമുക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളർത്താം. അവർക്കൊരു വ്യക്തിത്വമുണ്ടാകാൻ അവസരം നൽകാം. അവരുടെ കഴിവുകളും സ്വപ്നങ്ങളും അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമുക്കവരെ പ്രേരിപ്പിക്കാം.
പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്ന തിരിച്ചറിയൽ അടിസ്ഥാനമാക്കിയുള്ള വളർത്തൽ ഈ കാലഘട്ടത്തിലെ ചിന്തിക്കാനേ പാടില്ലാത്ത ഒരു ചിന്താഗതിയാണ്. നമുക്ക് പുതിയൊരു തലമുറയെ ഒരു വ്യക്തി എന്ന നിലയിലാണ് കാണേണ്ടത്. കഴിവുള്ളവരായി, സ്വതന്ത്ര ചിന്തകരായി. അവർ ആണോ പെണ്ണോ എന്നല്ല നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. മാറ്റത്തിന്റെ ആണിടങ്ങൾ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. മാറ്റത്തിന്റെ ആണിടങ്ങൾ. സാമൂഹ്യമാറ്റത്തിന്റെ പാതയിൽ പുരുഷന്മാർ. യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ICRWവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോ മാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര. നിർവഹണം സിന്ധു ജസ്റ്റിൻ, പ്രജിഷ രാജേഷ്. നിർവഹണ സഹായം റെനീഷ് ആരിപ്പള്ളിൽ.